ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, പഠിതാക്കളെ, ഇത് ദർശനമാലയിലെ 5-ാം അധ്യായം ആയ ഭാനദർശനം ഇവിടെ ആരംഭിക്കുന്നു. അതിൽ 1-ാമത്തെ പദ്യത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നു. ഗുരുദേവ രചിതമായ ദർശനമാലയിലെ 4 അധ്യായങ്ങൾ കഴിഞ്ഞു. 5-ാമത്തെ അധ്യായമായ ഭാനദർശനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഭാനം എന്നാൽ പ്രകാശം, കാഴ്ച, പ്രതീതി, അറിവ് എന്നൊക്കെയാണ് അർത്ഥം. ഇതുവരെ കാണപ്പെട്ട വസ്തുക്കളെപ്പറ്റിയുള്ള പഠനമായിരുന്നു. അതായത് ജീവാത്മാവ് ത്രിപുടിയിൽപ്പെട്ട് പ്രകൃതിയിൽ ബന്ധിക്കപ്പെടാൻ ഇടയാക്കിയ പ്രപഞ്ചത്തെപ്പറ്റിയുള്ള പഠനമായിരുന്നു നടത്തിയിരുന്നത്. പ്രപഞ്ചത്തെ പറ്റിയുള്ള പഠനം എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ രൂപഭാവങ്ങളിലെ വൈവിധ്യങ്ങളെ പറ്റിയുള്ള ഭൗതികമായ അറിവ് നേടാനുള്ള പഠനമല്ല. ഇത് എങ്ങനെ ഉണ്ടായി, യഥാർത്ഥത്തിൽ ഇതെന്താണ് എന്ന് അറിയാനുള്ള പഠനമാണ് നടന്നത്. പ്രാചീന ഭാരതീയ ചിന്തകന്മാരുടെ ഗവേഷണ രീതിയും ആധുനിക ശാസ്ത്രജ്ഞന്മാരുടെ ഗവേഷണ രീതിയും തമ്മിൽ ചില വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ജ്യോതിശാസ്ത്രം തന്നെ എടുക്കാം. ആധുനിക ശാസ്ത്രം ഗ്രഹങ്ങളിലും നക്ഷത്രങ്ങളിലും എന്തുണ്ട്, അവ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് അന്വേഷിക്കുമ്പോൾ പൗരാണിക ഭാരതീയ ശാസ്ത്രജ്ഞന്മാർ അവയുടെ സഞ്ചാരങ്ങൾ ഭൂമിയിലെ ജീവജാലങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നാണ് അന്വേഷിച്ചത്. ആധുനിക ശാസ്ത്രജ്ഞന്മാർ മനുഷ്യരുടെ ഉപഭോഗത്തിനുള്ള വസ്തുക്കളുടെ എണ്ണം നിരന്തരം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ട് കേൾവി പോലും ഇല്ലാത്ത അനേക വസ്തുക്കൾ ഇപ്പോൾ മനുഷ്യർക്കുണ്ട്. അതൊക്കെ ഇല്ലാതെ ഒരു മണിക്കൂർ പോലും ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത സ്ഥിതിയിലായി ഇന്ന്. എന്നാൽ സുഖത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കാര്യമോർത്താൽ ഇതുകൊണ്ടൊന്നും ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാകും. നമ്മുടെ പൂർവികർ സുഖത്തിൻ്റെ യഥാർത്ഥ ഇരിപ്പിടം കണ്ടെത്തിയവരാണ്. സുഖം വസ്തുനിഷ്ഠമല്ല, അത് മനോനിഷ്ഠമാണ്. ഭൗതിക വസ്തുക്കളുടെ ശേഖരം കൊണ്ട് സുഖം വർദ്ധിക്കണമെന്നില്ലെന്നും അവർ കണ്ടെത്തി. അതിനുള്ള കാരണം അവർ അകവും പുറവും എന്താണ് എന്നറിഞ്ഞവരായിരുന്നു. അങ്ങനെയുള്ള അറിവിനെയാണ് നാം ദർശനമാലയിലൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ പുറമേ ഉള്ള വസ്തുവായ ജഗത്തിനെ പറ്റിയുള്ള പഠനമായിരുന്നു. 1-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ ഈശ്വരൻ ഇതെല്ലാം സ്വസങ്കല്പത്താൽ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് സർവയേവസ എന്ന് പറഞ്ഞുകൊണ്ട് സ്രഷ്ടാവ് തന്നെയാണ് സർവ്വതും എന്ന് പറഞ്ഞുകൊണ്ട് ബ്രഹ്മം തന്നെയാണ് പ്രപഞ്ചം എന്ന് ഒരു സൂചന നൽകുകയും ചെയ്തു. 2-ാം അധ്യായത്തിൽ സൃഷ്ടിയെ നിഷേധിക്കുകയാണ് ചെയ്തത്. നിർവികാര ബ്രഹ്മത്തിൽ നാമരൂപങ്ങളായ വികാരങ്ങൾ ഉണ്ടാവുക അസാധ്യം ആയതിനാൽ ബ്രഹ്മം പ്രപഞ്ചരൂപം ധരിച്ചിരിക്കുന്നു എന്ന സങ്കല്പം യുക്തിഹീനമാണ്. ബ്രഹ്മമല്ലാതെ മറ്റൊന്നും ഇല്ലാത്തതിനാൽ ബ്രഹ്മം എന്ന താനല്ലാത്ത മറ്റൊന്നിനെ ഉണ്ടാക്കി എന്ന വാദവും തെറ്റാണ് എന്ന് സമർത്ഥിക്കപ്പെട്ടു. ഇവിടെ ഏകമല്ലാതെ പലതില്ല, പലത് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർ
മരണത്തിൽ നിന്ന് മരണത്തിലേക്ക് പോകും എന്നും പറഞ്ഞുകൊണ്ടാണ് അപവാദ ദർശനം അവസാനിക്കുന്നത്. അതായത് പ്രപഞ്ചത്തെ വിശ്വസിച്ചാൽ ഗതി കിട്ടുകയില്ലെന്നർത്ഥം. പ്രപഞ്ചത്തിലുള്ള വിശ്വാസത്തിൽ നിന്ന് മനുഷ്യ മനസ്സുകളെ മോചിപ്പിക്കാൻ വേണ്ടിയാണ് 3-ാം അധ്യായമായ അസത്യദർശനം രചിക്കപ്പെട്ടത്. പ്രപഞ്ചം മനോമയമാണ്, വെറും മനസ്സിൻ്റെ സങ്കല്പമാണ് എന്ന് പറഞ്ഞതിന് ശേഷം മനസ്സ് തന്നെ ഇല്ലാത്ത വസ്തുവാണ്, പിന്നെ അതിൻ്റെ സൃഷ്ടിയായ പ്രപഞ്ചം എങ്ങനെ നിലനിൽക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 3-ാം അധ്യായം പ്രപഞ്ചം അസത്യമാണ് എന്ന് സ്ഥാപിക്കുകയാണ് ചെയ്തത്. പ്രത്യക്ഷമായ വസ്തുവിനെ യുക്തി കൊണ്ട് ഇല്ലാതാക്കാൻ സാധിക്കുമോ? നമ്മൾ നമ്മളുടെ 5 ഇന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും ഉപയോഗിച്ച് അറിഞ്ഞനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലോകം യുക്തി കൊണ്ട് ഇല്ലാത്തതാണ് എന്ന് സ്ഥാപിച്ചാൽ ഇല്ലാതാകുമോ? ഇത് ഇല്ലാത്തതാണെങ്കിൽ ഈ കാണുന്ന കാഴ്ചകളൊക്കെ എന്താണ്, എങ്ങനെയാണ്? ഇതിൻ്റെ ഉത്തരമായിട്ടാണ് 4-ാമത്തെ അധ്യായമായ മായാദർശനം രചിക്കപ്പെട്ടത്. സത്യത്തെ മറച്ചുകൊണ്ട് മിഥ്യയായ കാഴ്ചകൾ ഉണ്ടാക്കി കാണിക്കുന്ന ഒരു മായാശക്തിയുണ്ട്. അതിൻ്റെ പലവിധ പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ പ്രപഞ്ചം ഉള്ളതായി പ്രകടമായി നിൽക്കുകയാണ് എന്ന് 4-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നു. 7 വിധത്തിലുള്ള മായയുടെ പ്രവർത്തനങ്ങളാണ് നാം 4-ാം അധ്യായത്തിൽ പഠിച്ചത്. ന വിദ്യതേ യാ സാ മായ എന്ന് പറഞ്ഞതിൽ നിന്ന് ബ്രഹ്മമല്ലാത്തതെല്ലാം മായയാണ് എന്ന് വ്യക്തമാണ്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ അനാത്മാവായിട്ടുള്ളതെല്ലാം മായയാണ്. അതായത് ദൃഷ്ടാവും ദൃശ്യവും എന്നതിൽ ദൃശ്യം ദൃഷ്ടാവിലുണ്ടായ സങ്കല്പമാകയാൽ മിഥ്യയും മായയുമാണ്. ദൃഷ്ടാവായ ഞാൻ മാത്രം സത്യം. ദൃഷ്ടാവായ എന്നിൽ ഈ മായയായ ദൃശ്യങ്ങൾ എങ്ങനെയെല്ലാമാണ് ഉണ്ടായത് എന്ന കാര്യമാണ് അടുത്ത അധ്യായമായ ഭാനദർശനത്തിൽ പറയാൻ പോകുന്നത്. ഭാനദർശനത്തിലെ 1-ാമത്തെ ശ്ലോകം ഇങ്ങനെയാണ്: അന്തർബഹിർവദാസീനം സദാ ഭ്രമരചഞ്ചലം ഭാനം ദ്വിധൈവ സാമാന്യം വിശേഷ ഇതി ഭിദ്യതേ. അർത്ഥം: അകത്തും പുറത്തും സ്ഥിതി ചെയ്യുന്നതും വണ്ടുകളെപ്പോലെ സദാ ഭ്രമിച്ചുകൊണ്ടിരിക്കുന്നതും ചഞ്ചലപ്രായമായതുമായ ഭാനം, സാമാന്യം, വിശേഷം എന്നിങ്ങനെ, അതായത് സാമാന്യഭാനം, വിശേഷഭാനം എന്നിങ്ങനെ 2ആയി തരംതിരിക്കപ്പെട്ടിരിക്കുന്നു. ബഹിർവദാസീനം, അകത്തും പുറത്തും സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞത് മനസ്സും ഇന്ദ്രിയങ്ങളും കാണുന്ന കാഴ്ചകളെ ഉദ്ദേശിച്ചാണ്. പുറത്തുള്ള കാഴ്ചകൾ ലൗകികമായ ലോകത്ത് നടക്കുന്ന കാഴ്ചകളാണ്. ജാഗ്രതാവസ്ഥയിൽ ഇന്ദ്രിയങ്ങളും മനസ്സും ചേർന്ന് സൃഷ്ടിക്കുന്ന പ്രപഞ്ച ദൃശ്യങ്ങൾ പുറമേയുള്ള കാഴ്ചകളും, മനസ്സ് സ്വസങ്കല്പം കൊണ്ട് ഉണ്ടാക്കുന്ന സ്വപ്ന കാഴ്ചകൾ അകത്ത് ഉണ്ടാകുന്ന കാഴ്ചകളുമാണ്. പുറത്തുള്ളതായാലും അകത്തുള്ളതായാലും ഒരു കാഴ്ചയും നിശ്ചലമായും സ്ഥിരമായും നിൽക്കുന്നില്ല. അതുകൊണ്ടാണ് സദാ ഭ്രമരചഞ്ചലം എന്ന് പറഞ്ഞത്. ഈ പറയപ്പെട്ട എല്ലാ ഭാനങ്ങളിലും സാമാന്യമെന്നും വിശേഷം എന്നും 2 വിഭാഗങ്ങൾ ഉള്ളതായി പറയപ്പെടുന്നു. അത് എന്താണെന്ന് അടുത്ത ശ്ലോകങ്ങളിൽ നിന്ന് അറിയാവുന്നതാണ്. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. നമസ്കാരം.